20 വർഷത്തിനു ശേഷം മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച UDF സ്ഥാനാർത്ഥിയായ ടോണി ചമ്മണിക്ക് മണ്ഡലാതിർത്തിയായ ബോൾഗാട്ടിയിൽ പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണം നൽകി. തുടർന്ന് തുറന്ന വാഹനത്തിൽ ടോണി ചമ്മണി മണ്ഡലത്തിലുടനീളം പര്യടനം നടത്തി. സംസ്ഥാനത്ത് ആകെ ഉണ്ടായ UDF തരംഗം വൈപ്പിനിലും പ്രതിഫലിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ ഗവൺമെന്റിനെതിരെ ശക്തമായൊരു വികാരം ജനങ്ങളിലുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഗവൺമെന്റിനെതിരെ പൊതുവായി കേരളം മുഴുവനുള്ളതിനോടൊപ്പം തന്നെ വൈപ്പിൻ കരയിൽ കഴിഞ്ഞ അനവധി വർഷമായി ഉണ്ടായിട്ടുള്ള അവഗണനയ്ക്കെതിരെയുള്ള ഒരു ജനരോഷം ഈ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ട്. ഈ പ്രദേശം അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമം, യാത്രാക്ലേശം, ഒരുവെള്ള പ്രശ്നം, കടലാക്രമണ പ്രശ്നം, ഇവയ്ക്കൊന്നും കഴിഞ്ഞ 4 MLA-മാർ 20 വർഷമായി ഒന്നും ചെയ്തില്ല എന്നത് ഈ നിയോജക വോട്ടർമാരെ ഏറെ വേദനിപ്പിച്ച കാര്യമാണ്. അപ്പോൾ പ്രാദേശിക പ്രശ്നങ്ങളും സംസ്ഥാനത്ത് പൊതുവിലുള്ള ഗവൺമെന്റിനെതിരെയുള്ള എതിർവികാരവും എല്ലാം കൂടി സംയോജിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുകൊണ്ടാണ് ഇത്രയും മൃഗീയമായ ഭൂരിപക്ഷത്തിന് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇവിടെ വിജയിക്കാൻ സാധിച്ചത്. ഇത് UDF-ന്റെ രാഷ്ട്രീയ വിജയമാണ്. ഈ രാഷ്ട്രീയ വിജയം ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ജനങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഈ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ശ്രദ്ധയിലുണ്ട്. അതിൻ്റെ മുൻഗണന അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതാണ് ഒരു പ്രഥമ പരിഗണന നൽകേണ്ടതായിട്ടുള്ളത്. മറ്റു പ്രശ്നങ്ങളും സമാനമായ പ്രാധാന്യത്തിൽ തന്നെ പരിഹരിക്കാൻ ആവശ്യമായ മുഴുവൻ ശ്രമവും ഞാൻ ഒരു MLA എന്ന നിലയിൽ പരിഹരിക്കാനുണ്ടാവുമെന്നതാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം. DCC സെക്രട്ടറിമാരായ MJ ടോമി, VS സോളിരാജ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ AP ആന്റണി, AG സഹദേവൻ, ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MP ക്ലീറ്റസ്, ഘടകകക്ഷി നേതാക്കളായ PS പ്രകാശൻ, VK സുനിൽകുമാർ, KK സാലിഹ്, PP ഗിരീഷ്, AS ശ്യാംകുമാർ, വിശാഖ് അശ്വിൻ, AP ലാലു, NR ഗിരീശൻ, PK ആന്റണി, MS ആന്റണി, ബിജു കണ്ണങ്ങനാട്ട്, KK ബാബു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.